ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ കളയാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള പഴയ മുണ്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള ചവിട്ടിയൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പഴയ മുണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് തയ്ച്ചെടുക്കണമെന്നാണ് കാണിക്കാൻ പോണത്. നമ്മുടെ കയ്യിലുള്ള മുണ്ടിനെ നമ്മൾ നടുമടക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് വലിയൊരു റൗണ്ട് ഷേപ്പിൽ 2 പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം മുണ്ടിന് നടുമടക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാനിവിടെ ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തതിനെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടാണ് ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയ്ക്ക് വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 10.5 എടുത്തത് 8 9 ഇഞ്ചൊക്കെ ആക്കിയിട്ട് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും ചെറിയൊരു സൈസായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക. റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം അതിൽ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസൊക്കെ നമുക്ക് ഈ ഒരു ചവിട്ടി തയ്ക്കാനായിട്ട് ആവശ്യമാണ്. നമുക്കിതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിനെ ഇതേപോലെ വെച്ചിട്ട് നീളത്തിലുള്ള പീസുകളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി എടുക്കാം, അല്ലെങ്കിൽ വലിയ പീസ് തന്നെ ആക്കണമെങ്കിൽ വലിയ പീസാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് നല്ല വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചവിട്ടി തയ്ക്കാനായിട്ട് നമ്മൾ ഇതിൽ വേറെ തുണികളൊന്നും വെക്കുന്നില്ല കേട്ടോ. ഒരൊറ്റ മുണ്ട് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ബാക്കി വന്നിട്ടുള്ള എല്ലാ തുണികളും നമ്മൾ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ഇതേപോലെ കറക്റ്റ് 4 ആക്കി ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് താഴോട്ട് ഒരേ അളവ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ആയാലും റൗണ്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ റൗണ്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് കാർഡ്ബോർഡിൻ്റെയോ അതിലൊക്കെ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അത് മേൽഭാഗത്ത് വെച്ച് കൊടുത്തിട്ടായാലും എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. മുണ്ടിൻ്റെ ബാക്കി വന്നിട്ടുള്ള തുണികൾ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ, അത് ഇതേപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇതേപോലെ നിർത്തിയിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിലൊന്ന് ലെവൽ ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം വേണേ നമുക്കിതിൻ്റെ വേറൊരു പീസ് തുണിയും കൂടി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേൽഭാഗത്തേക്ക് കറക്റ്റ് ഇങ്ങനെ ഒപ്പാക്കി വെക്കുക. അത് നമുക്ക് ആദ്യം സൈഡ് ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. പകുതി ഭാഗത്ത് നമ്മൾ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പകുതി ഭാഗം ഇനി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതേ രീതിക്ക് തെറ്റ് ഭാഗത്ത് കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് നമ്മൾ ആ ഒരു തുണി വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്കും കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു തുണിനെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നതേ നമ്മുടെ ചവിട്ടി തയ്ച്ചെടുക്കുമ്പോൾ ഒരുപാട് കനം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലൊക്കെ വെച്ച് തുടയ്ക്കുമ്പോൾ വഴുക്കി വീഴും. അപ്പോൾ വഴുക്കി വീഴാതെ അത്യാവശ്യം നല്ല കട്ടിയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉള്ളിൽ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള തുണിയും കൂടി നമ്മൾ വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത്. സൈഡ് ഭാഗത്തൊക്കെ നമ്മളിതേ തുണി വെച്ച് കഴിഞ്ഞപ്പോഴേ സെൻറ്റർ ഭാഗത്ത് കുറച്ച് തുണിയുടെ കുറവുണ്ട്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന 2-3 പീസ് തുണിയും കൂടി ഞാൻ സെൻറ്റർ ഭാഗത്ത് വെച്ച് കറക്റ്റ് ഒപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് മേലത്തെ ഭാഗം കറക്റ്റ് ഒന്ന് ഒപ്പം വെച്ചതിൻ്റെ ശേഷം തയ്ച്ചെടുക്കുക. ഈ ഒരു ചവിട്ടി തയ്ക്കാനായിട്ട് ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള മുണ്ടാണല്ലോ എടുത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കള്ളിമുണ്ടാണെങ്കിലും എടുക്കാം കേട്ടോ. ഏത് മുണ്ടാണെങ്കിലും നമ്മൾ പഴയത് കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചവിട്ടികളൊന്നും വേറെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കത് എളുപ്പത്തിൽ തന്നെ നല്ല വൃത്തിയിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും.
ഇതേപോലെ റൗണ്ട് ഷേപ്പ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള തുണി നീങ്ങാതിരിക്കാനായിട്ട് ഇതിൻ്റെ മേൽഭാഗത്തൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് ഇതേപോലെ നേരെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തും ഇതുപോലെ. അപ്പോൾ മാർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നേരെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്ച്ചെടുക്കാം. ഉൾഭാഗത്ത് നമ്മൾ കട്ടിയിൽ തുണി വെച്ചിട്ടുള്ള കാരണം ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ കുറച്ച് വലിയ കാണിയാക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. എന്നാലാണെങ്കിൽ നമുക്കിങ്ങനെ തയ്ക്കുമ്പോൾ വേഗം വേഗം തയ്ച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിതിൻ്റെ മുഴുവൻ ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ ഇതേ രീതിക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള പീസ് വെച്ച് നമ്മൾ തയ്ച്ച പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ, അതുപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ. ചവിട്ടിയുടെ മുഴുവൻ ഭാഗവും നമ്മൾ ഇതേപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തെറ്റുഭാഗം നമുക്കൊന്ന് നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് തയ്ക്കുമ്പോൾ നമുക്ക് ഇതേ കളർ തുണിയല്ലാതെ വേറൊരു കളർ തുണി വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പം നമുക്കതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലൈനിങ് തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തുണി വെച്ചിട്ട് എങ്ങനെയാണ് തയ്ക്കണേന്നും കൂടി ഇനി കാണിച്ചു തരാം. അപ്പം നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ വെക്കുന്ന ലൈനിങ് ഇല്ലേ, അതുപോലുള്ള തുണിയായാലും വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിതുപോലെ ബാക്കി വന്നിട്ടുള്ള ഒരു ലൈനിങ്ങിൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലിതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വീതി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള ചവിട്ടി ഉണ്ടല്ലോ കുറച്ച് വലിപ്പമുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ക്രോസ് പീസും കുറച്ച് നീളത്തിൽ വേണം. അപ്പം അത് കാരണമാണ് കേട്ടോ ഇത്രയും ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോഴേ ഒരുപാട് വീതി കുറയ്ക്കരുതേ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഇഞ്ച് വീതിയാണ് കേട്ടോ. നമുക്കിവിടെ 2-2.5 ഇഞ്ചൊക്കെ വീതിയിലെടുക്കാം. ചവിട്ടിയുടെ തെറ്റ് ഭാഗത്ത് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുമ്പോഴേ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ നടുമടക്കി വെച്ചിട്ട് വേണേ നമ്മൾ തയ്ച്ച് വെക്കാനായിട്ട്. എന്നാലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു തെറ്റ് ഭാഗം നല്ല വൃത്തിയിൽ നമുക്ക് അതിൻ്റെ നല്ല വശത്തേക്ക് മറിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ കേട്ടോ രണ്ടാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ചീത്ത ഭാഗത്തൊക്കെയാണ് നമ്മൾ ആദ്യം വെച്ചിട്ട് തയ്ച്ചെടുക്കണത്. എന്നാലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ചീത്ത ഭാഗത്ത് നിന്നിട്ട് നല്ല ഭാഗത്തേക്ക് നമുക്കിതിനെ മറച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം മുഴുവനായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അവസാനിക്കുന്ന ഭാഗത്തുണ്ടല്ലോ നമുക്ക് ഈ 2 ലൈനിങ്ങിൻ്റെ ആ ഒരു തുണിയും തമ്മിൽ, അതായത് ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ അത് തമ്മിൽ നമുക്ക് ആദ്യം കൂട്ടി തയ്ച്ചെടുക്കണം. അപ്പം ഇതേപോലെ ഒപ്പൊന്ന് പിടിച്ച് നോക്കാം കേട്ടോ എത്ര അളവിലാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഇതേപോലെ കറക്റ്റ് ഒപ്പം പിടിക്കുക. ഒപ്പം പിടിച്ചിട്ട് ചെറിയൊരു ഭാഗം കൂടി നമുക്ക് തയ്ക്കാനുണ്ടാവും അവിടെ. അപ്പോൾ ഇതേപോലെ ഒപ്പം പിടിച്ചിട്ട് ആദ്യം ആ ഒരു ലൈനിങ്ങിൽ തയ്ച്ചതിൻ്റെ ശേഷം നമ്മുടെ ആ ഒരു മെയിനായിട്ടുള്ള ചവിട്ടിയുടെ ആ ഭാഗത്തും കൂടി തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമായിട്ട് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു ക്രോസ് പീസിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ നേരെ വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്നിട്ട് ആ ഒരു ക്രോസ് പീസിനെ ഫ്രണ്ടിലേക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രോസ് പീസ് നമ്മൾ ആദ്യം തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ നടുമടക്കിയിട്ട് ആദ്യം തയ്ച്ച് പിടിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഇങ്ങനെ മടക്കുകളും ഇതൊക്കെ വരുമ്പോൾ അധികം വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് തയ്ച്ചിട്ടുള്ള ആ ഒരു ക്രോസ് പീസിനെ അതേ മേൽഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം. നമ്മൾ കേട്ടോ പതിച്ചൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് ഇതിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുക്കുന്നുണ്ട്. ചവിട്ടിയുടെ അതേ കംപ്ലീറ്റ് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല എളുപ്പത്തിൽ നമ്മളെല്ലാവർക്കും പഴയ മുണ്ടൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുള്ള ചവിട്ടികൾ തയ്ച്ചെടുക്കാം.
ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ മുണ്ട് വെച്ചിട്ട്. പഴയ മുണ്ടൊക്കെ എടുത്തിട്ടേ വെറുതെ കളയുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതേപോലെയുള്ള ചവിട്ടികളൊക്കെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഉപകാരമാണ് കേട്ടോ നമുക്ക്. ഇതുപോലെയുള്ള ചവിട്ടി തയ്ക്കാനായിട്ടേ നമുക്ക് ഒരുപാട് തുണിയുടെ ആവശ്യമില്ല. ഒരൊറ്റ മുണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. മുണ്ട് കൊണ്ടൊക്കെ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഇത് കഴുകി ഉപയോഗിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ മെഷീൻ്റെ അടുത്ത് വെച്ച് കാണിച്ചപ്പോഴേ ഇതിൻ്റെ വലിപ്പം കറക്റ്റായിട്ട് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇതുപോലെ കയ്യിലെടുത്ത് കാണിച്ചത്. അപ്പോൾ ഇത് ഇത്ര വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ ചവിട്ടി തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ ഇതേപോലെ തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രത്തോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളിനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഒരു തവണ തയ്ച്ച് നോക്കാം കേട്ടോ ഇത്.